ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇപ്പോൾ കേരള നിയമസഭയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥികളുടെ അവലോകനം, ചർച്ചകൾ ഒക്കെ എല്ലാ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായും എല്ലാ പാർട്ടികളും, പ്രത്യേകിച്ച് ഇപ്പോ 19 MP UDF-നാണ് എങ്കിലും അവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കാരണം എല്ലാ പാർട്ടികളിലും നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ യോഗ്യരായ ഒരു പറ്റം എല്ലാ വിഭാഗങ്ങളിലും, പ്രായമായവരാണെങ്കിലും യുവാക്കളാണെങ്കിലും വനിതകളാണെങ്കിലും ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഏത് വിഭാഗത്തിൽ നിന്ന് വേണമെങ്കിലും എല്ലാ പാർട്ടികളിലും സജീവമായി രംഗത്തുണ്ട് എല്ലാ വിഭാഗം ആളുകളും. ഒരു ജനപ്രതിനിധി ആ സ്ഥാനം രാജിവെച്ച് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിച്ചാൽ, ലോക്സഭാ പ്രതിനിധി സ്ഥാനം രാജിവെച്ച് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിച്ചാൽ ഒരു 6 മാസത്തിനുള്ളിൽ ഒരു തിരഞ്ഞെടുപ്പ് അവിടെ വേണ്ടിവരും. അപ്പൊ ഈ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന ഔദ്യോഗികമായിട്ടല്ല എന്നുണ്ടെങ്കിലും ഒരു നീക്കം നടക്കുന്നു എന്ന് മനസ്സിലായി. അതിൽ സന്തോഷമുള്ള കാര്യമാണ്. കാരണം MP-മാർ രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ല എങ്കിലും അങ്ങനെ ഒരു സാധ്യത അവർ കണക്ക് കൂട്ടുന്നു. നല്ല തീരുമാനമാണ്. കാരണം MP-മാർ രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല. രാജിവെച്ചാലും ഇല്ലെങ്കിലും ഏതാണെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിയമസഭയിലേക്ക് ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും 6 മാസത്തിനുള്ളിൽ. അപ്പോൾ ഈ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാ പാർട്ടികളിലും യോഗ്യരായ ആളുകളുണ്ട്. സീറ്റ് കിട്ടാത്ത പ്രശ്നമേ ഉള്ളൂ, സീറ്റ് തികയാത്ത പ്രശ്നമേ ഉള്ളൂ, അല്ലാണ്ട് ആളില്ലാത്ത പ്രശ്നം ഇല്ല. ഈ അവസരത്തിൽ അത് ഒരു സ്ഥാനത്ത് ഇരിക്കുന്നവർ ഇനി അഥവാ അവർക്ക് ഇങ്ങോട്ട് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാലോ. അടുത്ത പ്രാവശ്യം ലോക്സഭയിലേക്ക് മത്സരിക്കാതെ മാറി നിൽക്കുക, പിന്നെ ഇലക്ഷൻ വരുമ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സ്ഥാനം രാജിവെച്ച് അടുത്ത സ്ഥാനത്തിലേക്ക് മത്സരിക്കുമ്പോൾ ജനങ്ങൾക്കും അത് വളരെ മടുപ്പുളവാക്കുന്ന ഒരു കാര്യമാണ് എന്നത് കൂടി ഓർമ്മിക്കുക. കാരണം ജനങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ് ഈ വോട്ടവകാശം എന്നുള്ളത്. ആകെ ജനത്തിനുള്ള ഒരു പ്രധാന ഘടകം ഈ വോട്ടവകാശമാണ്. ഈ വോട്ടവകാശം അവർ കൃത്യമായി വിനിയോഗിക്കും. കാരണം ഇത്തരം മടുപ്പ് ഉളവാക്കുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ തോൽപ്പിച്ച് കയ്യിൽ തരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമല്ല പറയുന്നത്, എല്ലാവർക്കും ബാധകമാണ്. കാരണം ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ ആ സ്ഥാനത്തിന്റെ കാലാവധി പൂർത്തീകരിക്കുക, എന്നിട്ട് അടുത്ത സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുക, എന്താണെങ്കിലും ചെയ്യാം. അതല്ല ഈ സ്ഥാനത്ത് നിയമസഭയിലേക്കാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അടുത്ത നിയമസഭ വരെ കാത്തിരിക്കുക. അല്ലെങ്കിൽ എന്തിനാണ് കഴിഞ്ഞ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചത്? മത്സരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ജനങ്ങൾക്ക് മടുപ്പ്. അതേമാതിരി തന്നെയാണ് മറ്റൊന്ന് മക്കൾ രാഷ്ട്രീയം. മക്കൾ രാഷ്ട്രീയം അമിതമായി കഴിഞ്ഞാൽ അതും അപകടത്തിലേക്കാവും പോകൂ എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം മക്കൾ രാഷ്ട്രീയം ആവശ്യത്തിനൊക്കെ ആവാം എന്ന് വെച്ച് അത് അമിതമായി കഴിഞ്ഞാൽ അതും ജനങ്ങൾ തോൽപ്പിച്ച് കയ്യിൽ തരും എന്ന് മുൻ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാവുന്നതുമാണ് എല്ലാ പാർട്ടിക്കാർക്കും. ഒരു പാർട്ടിയുടെ കാര്യമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇത് ഒരു പൊതുവായ ഒരു ചർച്ച ഇപ്പോൾ നടക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ ആ സ്ഥാനത്തിന്റെ കാലാവധി പൂർത്തീകരിച്ച് അതിനുശേഷം വീണ്ടും അടുത്ത മത്സര രംഗത്തേക്ക് ഇറങ്ങാം. അതല്ല ഏതെങ്കിലും കാരണവശാല സ്ഥാനത്ത് ഇരിക്കാൻ അയോഗ്യത എന്തെങ്കിലോ ബുദ്ധിമുട്ടുകളോ സംഭവിച്ചാൽ രാജിവെക്കുക, അടുത്ത അവിടെ നിയമസഭ അല്ല അവിടെ ഇലക്ഷൻ വരട്ടെ, അവിടെ ബൈ ഇലക്ഷൻ വരും, അവിടെ അടുത്ത ആളെ തിരഞ്ഞെടുക്കും. അത് ഏത് പാർട്ടിയാണെങ്കിലും അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സ്ഥാനത്ത് ഇരുന്ന് ഒരു ഇലക്ഷൻ വരുമ്പോൾ ഇതിൽ മത്സരിക്കുക, അടുത്ത ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും മറ്റൊരു മത്സരിക്കുക, അങ്ങനെ ഒരു വെറും ഒരു മത്സരാർത്ഥിയായി ജനങ്ങളെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് ജനങ്ങൾ നിരുത്സാഹപ്പെടുത്തും എന്നതിൽ യാതൊരു തർക്കവുമില്ല. മുൻ അനുഭവങ്ങളിൽ നിന്നൊക്കെ പലർക്കും അറിയാവുന്നതുമാണ്. അപ്പോൾ MP-മാർ കാര്യമായി നിയമസഭാ ഇലക്ഷനിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. കാരണം MP-മാരായി തന്നെ കാലാവധി പൂർത്തീകരിച്ച് അതിനുശേഷം വീണ്ടും നിയമസഭാ ഇലക്ഷൻ ഇവിടെ ഇനിയും വരാനുണ്ട്, അപ്പോൾ മത്സരിക്കാം. അതാണ് അതിന്റെ ശരി. അതല്ലാതെ ഈ നിയമസഭാ ഇലക്ഷനിലും മത്സരിക്കുക, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും മത്സരിക്കുക, അടുത്ത് വരാൻ പോകുന്ന വീണ്ടും ലോക്സഭാ ഇലക്ഷനിലും ഇതേ ആള് തന്നെ മത്സരിക്കുക, ഇങ്ങനെ ഒരു സമ്പ്രദായം ഒരു മത്സരാർത്ഥിയായി മാത്രം മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് പറയാനുള്ളത്. കാരണം MP-മാരായിട്ട് കാലാവധി പൂർത്തീകരിച്ച് വരിക. അതല്ല എന്നുണ്ടെങ്കിൽ
വെറും മത്സരാർത്ഥിയായ ജനങ്ങളെ മുന്നിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ തീർച്ചയായും അത് തോൽപ്പിച്ച് കയ്യിൽ തരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന തീരുമാനം MP-മാർ മത്സരിക്കാതിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അതൊരു നല്ല തീരുമാനമാണ്. അതല്ല MP-മാർ രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കണം, ഇവിടെ ജയിക്കണം, മന്ത്രിയാവണം എന്നൊക്കെ ആഗ്രഹിച്ചു വരുന്നവരാണെങ്കിൽ ചിലപ്പോൾ ജനങ്ങൾ അത് അംഗീകരിച്ചോളണം എന്നില്ല. എല്ലാ പ്രദേശത്തും എല്ലാ പാർട്ടിയിലും എല്ലാവരും ഒരേ സമയത്ത്, കാരണം ഇതൊരു രഹസ്യ സ്വഭാവമുള്ള ആകെ ജനങ്ങൾക്കുള്ള ഒരു സമ്പ്രദായം, ഒരു അവകാശമാണ്. അവകാശം അവർ കൃത്യമായി വിനിയോഗിക്കും. കൃത്യമായി വിനിയോഗിക്കുമ്പോൾ ഇത്തരം വാശിക്കാരെ, ഇത്തരം സ്ഥാനമോഹികൾ തീർച്ചയായും പുറന്തള്ളപ്പെടും എന്നതിൽ തർക്കമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം ഡൽഹിയിൽ നിന്ന് അറിഞ്ഞു കേട്ടു എന്ന് വാർത്തകളിലൊക്കെ കണ്ടു. അത് നല്ലൊരു തീരുമാനമാണ്. അത് ആ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. അതല്ല, വാശി പിടിച്ച് മത്സരിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം പ്രതികൂലമാകുമ്പോൾ ഉള്ളതും പോവും, മറ്റതൊട്ട് കിട്ടിയില്ല, കഷത്തുള്ളത് പോവുകയും ചെയ്യും, ഉത്തരത്തിലുള്ളത് കിട്ടിയില്ല എന്ന അവസ്ഥയിൽ വരും. അപ്പോൾ തീർച്ചയായും MP-മാരായി തന്നെ കാലാവധി പൂർത്തീകരിച്ച് എത്തുന്നതായിരിക്കും നല്ലത്. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വീണ്ടും മത്സരിക്കാം, മന്ത്രിയാവോ ഒക്കെ ചെയ്യാം. ഈ അവസരം പൂർണ്ണമായും അത് ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ച്, മണ്ഡലത്തിൽ പ്രവർത്തിച്ച് അത് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ വീണ്ടും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മാറി നിന്ന് വീണ്ടും നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങോട്ട് തന്നെ മത്സരിക്കുന്നതായിരിക്കും നല്ലത്. മക്കൾ രാഷ്ട്രീയത്തിനും അത് തന്നെയാണ്. അമിതമായ ആവശ്യത്തിനൊക്കെ മക്കൾ രാഷ്ട്രീയമാവാം. കാരണം മക്കൾ രാഷ്ട്രീയം മോശമായി ഒന്നൊന്നും പറയുന്നില്ല. കാരണം അവരുടെ ഇന്നയാളുടെ മകനായതുകൊണ്ട് അല്ലെങ്കിൽ മകളായതുകൊണ്ട് രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ പാടില്ല എന്നൊന്നുമില്ല. അവർ അവർ സ്വയം കഴിവ് തെളിയിച്ച മക്കൾക്ക് മത്സരിക്കാം, അതാണ് അതിന്റെ ശരി. അതല്ലാതെ ഈ ലേബലിൽ മാത്രം മത്സരിച്ച് ഒരു പ്രാവശ്യം ചിലപ്പോൾ ജയിച്ചു എന്നൊക്കെ വരും, രണ്ടാമത്തെ പ്രാവശ്യം അത് ജനങ്ങൾ പ്രതികൂലമായി ചിന്തിക്കും. അത് തന്നെയാണ് മക്കൾ രാഷ്ട്രീയത്തിനും. അമിതമായ മക്കൾ രാഷ്ട്രീയവും അപകടം തന്നെയാണ്. MP-മാരും ഒക്കെ സ്ഥാനമാനങ്ങളൊക്കെ മാറ്റി നിർത്തി വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുന്നതും അതും പ്രതികൂലമായി ബാധിക്കും എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോഴുള്ള സ്ഥാനങ്ങൾ അത് നല്ല രീതിയിൽ അതിന്റെ കാലാവധി പൂർത്തീകരിച്ച് വീണ്ടും അടുത്ത മത്സരത്തിന് ഇറങ്ങുമ്പോൾ വീണ്ടും പരിഹരിക്കാവുന്നതാണ്. ഇപ്പോൾ ഉള്ള സ്ഥാനങ്ങൾ അത് നിലനിർത്താനും അത് പൂർത്തീകരിക്കാനും വീണ്ടും ഒരു ഭാരിച്ച ചെലവ് ഒഴിവാക്കാനും ഗവൺമെന്റിന് ഉണ്ടാകുന്ന ചെലവുകളാണല്ലോ അതൊക്കെ. പിന്നെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് പോളിംഗ് ബൂത്തിലേക്ക് നടക്കണ്ടേ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പൊ അതും ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത്തരം ജനപ്രതിനിധികൾ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ അതിന്റെ കാലാവധി പൂർത്തീകരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൂ. തീർച്ചയായും MP-മാരായി തന്നെ കാലാവധി പൂർത്തീകരിച്ച് വീണ്ടും നിയമസഭയിലേക്കാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാറി നിന്ന് വീണ്ടും അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ തീർച്ചയായും അങ്ങോട്ട് മത്സരിക്കാവുന്നതുമാണ്. അതാണ് അതിന്റെ ശരി. അപ്പോൾ അതെല്ലാം മറിച്ചൊരു തീരുമാനത്തിലെത്തുമ്പോൾ ജനങ്ങൾ നിരുത്സാഹപ്പെടുത്തും, ജനങ്ങൾ പുറന്തള്ളപ്പെടും എന്നതിൽ തർക്കമില്ല. കാരണം ഇത് ജനങ്ങളുടെ കയ്യിലെ അവകാശമാണ്, അവർ അത് കൃത്യമായി വിനിയോഗിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.